ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ ലിയു ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് നേരെ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നിരിക്കും. ഷായുടെ അടുത്ത് നിന്നും ഫ്ലവേഴ്സ് ഒക്കെ മിക്സ് ചെയ്ത ഒരു ബോട്ടിലും കൂടി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അതിൽ നോക്കി നിന്ന് ഷാ പറഞ്ഞ കാര്യങ്ങള് വീണ്ടും ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ പറഞ്ഞതിന് പെട്ടെന്നൊന്നും നീ ആൻസർ തിരിച്ചു പറയണമെന്നൊന്നുമില്ല, നന്നായിട്ട് ചിന്തിച്ചിട്ട് ആൻസർ പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ എപ്പോഴും നിന്നെ പറ്റി തന്നെ ചിന്തിച്ചോണ്ടിരിക്കുമെന്ന് ഷാ പറഞ്ഞിട്ടുണ്ടാകും. ആ കാര്യം ആലോചിച്ച് വീണ്ടും ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് ലിയു ഇരിക്കും. ആ ടൈമിന് ഷായുടെ അടുത്ത് നിന്നും ഷായും ലിയുവും കൂടി നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസ് ലിയുവിന്റെ ഫോണിലേക്ക് വരും. ഇത് ഞാൻ മനഃപൂർവ്വം ഒന്നും മീൻ ചെയ്തുകൊണ്ട് അഴക്കുന്നതല്ല, നേരത്തെ അഴക്കാനായിട്ട് വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പൊ അഴക്കുന്നതെന്നുള്ള ഒരു മെസ്സേജും കൂടി അതിന്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഈ ഫോട്ടോസ് ഒക്കെ കണ്ട് ലിയുവിന് വല്ലാത്തൊരു ഫീലിങ്സ് ഒക്കെ വരും. നിന്റെ കൂടെ സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇവിടെ എന്താ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞ് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ ലിയു നേരെ ലോണ്ടറി ഷോപ്പിലേക്ക് പോയി അവളുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഇടും. പക്ഷെ അവള് ചില്ലറയൊന്നും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഷാ അങ്ങോട്ടേക്ക് വന്ന് സ്കാൻ ചെയ്ത് ബില്ലടക്കും. ഇത് കാണുമ്പോ തന്നെ ലിയു, അല്ല നീ അത്രക്ക് മോർണിംഗ് പേഴ്സൺ ഒന്നും അല്ലല്ലോ, എന്നിട്ടും നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കും. ലാസ്റ്റ് നൈറ്റ് ഞാൻ ശരിക്കും ഉറങ്ങിയില്ല, നീയും ലാസ്റ്റ് നൈറ്റ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഉറങ്ങാണ്ടിരിക്കുവായിരുന്നില്ലേ എന്ന് ചോദിക്കും. ഈ ഒരു ചോദ്യം കേട്ട് അവിടെയുള്ളവരെല്ലാവരും ഇവരെ രണ്ടുപേരെയും തിരിഞ്ഞു നോക്കും. അപ്പൊ തന്നെ ലിയു, അയ്യോ ഷാ ഒന്ന് ഒച്ച കുറച്ച് പറ, നിനക്ക് ഈ ടൈമിന് ഈ പ്ലേസിൽ വെച്ച് തന്നെ ഇത്രയ്ക്ക് ലൗഡായിട്ട് ഈ കാര്യം ചോദിക്കണമായിരുന്നു എന്ന് ചോദിക്കും. അതിനെന്താ ഇപ്പൊ പ്രോബ്ലം, ഞാൻ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കും. ആ, നീ സത്യമായിട്ട് തന്നെയുള്ള കാര്യവും പറഞ്ഞത്, പക്ഷെ എന്നാലും ഈ പ്ലേസിൽ വെച്ച് അതും ഇത്രയ്ക്ക് ലൗഡായിട്ട് സംസാരിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറയും. ഇവിടെ വെച്ചേ ലൗഡായിട്ട് സംസാരിച്ചാല് വലിയ പ്രോബ്ലം ഒന്നുമില്ല, നമ്മളിങ്ങനെ ചേർന്ന് നിന്ന് സംസാരിക്കുമ്പോഴാണ് ഇവര് വേറെ രീതിയിൽ ചിന്തിച്ചെടുക്കുന്നത്. നമ്മൾ വല്ല ലൗലി ഡൗലി ആണോന്ന് ഇവര് ചിന്തിക്കില്ലേന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോ തന്നെ ലിയു ഷായുടെ അടുത്ത് നിന്ന് കുറച്ചു ദൂരം മാറി നിൽക്കും. ലിയുവിന്റെ പോക്ക് കണ്ട് ഷാ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ കറക്റ്റ് ആയിട്ട് ഇതെല്ലാം കണ്ട് ബോയും അകത്തേക്ക് കയറി വരും. ബോയ്ക്ക് ഇതൊക്കെ കണ്ട് നല്ല രീതിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഇവരെ നടുവിലേക്ക് കയറി ചെന്ന് ഷായിനെ പയ്യെ തള്ളി നീക്കി ഒരു വാഷിംഗ് മെഷീന്റെ ഫ്രണ്ടിലേക്ക് തുണി കൊണ്ടുവന്ന് വെക്കും. ഏയ്, നീ ഇതെന്ത് പണിയായി കാണിക്കുന്നത്, ഇവിടെ ഞാൻ തുണി ഇടാൻ പോവായിരുന്നു എന്ന് ഷാ പറയും. അതിനെന്താ ഇപ്പൊ പ്രോബ്ലം, നീ തുണി ഇട്ടില്ലല്ലോ, ഇത് എംറ്റിയല്ലേ, അപ്പൊ എനിക്കിടാന്നും പറഞ്ഞിട്ട് ബോയ് അവിടെ അടിയുറച്ച് നിൽക്കാണ്. ആ ടൈമിന് ലിയു, എന്നാ നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോവാണെന്ന് പറഞ്ഞ് പയ്യെ നടക്കും. അപ്പൊ തന്നെ ഷാ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇൻഫ്യൂസ് ചെയ്ത വെള്ളം നീ റെഫ്രിജറേറ്ററിൽ ഒഴിക്കാനായിട്ട് മറക്കരുതെന്ന് പറയും. ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ലിയു അവിടെ നിന്ന് പോകും. ഇതൊക്കെ കണ്ട് ബോയ്ക്ക് നല്ല രീതിക്കൊക്കെ ടെൻഷൻ ആവുന്നുണ്ട്. ഇതാണെങ്കിൽ ആ ഷായ്ക്കും മനസ്സിലാകും. എന്നാലും വലിയ മൈൻഡ് ഒന്നും കൊടുക്കാണ്ട് വാഷിംഗ് മെഷീനിലേക്ക് തുണിയൊക്കെ എടുത്ത് ഇട്ടുകൊണ്ടിരിക്കും. ആ ടൈമിന് ബോയും, അല്ല ഇന്നലെ നിങ്ങൾ ഡേറ്റിന് പോയില്ലേ, എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കും. പക്ഷെ ഷായ ആണെങ്കിലോ ഇത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ ബോയിനെ മൈൻഡ് ചെയ്യാണ്ട് നിൽക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ബോയ് കോളേജിലാണ് ഉള്ളത്. ഭയങ്കര വിക്സ് ആയിട്ട് ടേബിൾ മേലേക്ക് തല വെച്ച് കിടക്കുവാണ്. ആ ടൈമിന് ആന അടുത്തേക്ക് വരും. നിന്റെ ഫേസ് കണ്ടിട്ട് ഇന്നലെ ഡേറ്റിന് പോയ ഒരു പയ്യനെ പോലെ തോന്നുന്നില്ലല്ലോ എന്ന് ചോദിക്കും. ബോയും ഇത് കേട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ ആ ഫോട്ടോസ് എല്ലാം തിരിച്ചു തന്നതും എന്നെ കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞ് ലിയു ആ ഒരു ബാഗിൽ തന്നെ നോട്ട് എഴുതി വെച്ച കാര്യവും ആനിന്റെ അടുത്തായിട്ട് പറയും. ഇത് കേട്ട് ആനും, എന്താടാ ഇത്, ഇത്രയും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയിട്ട് അതെല്ലാം ഫെയിലിയർ ആയിരുന്നു, എന്തായാലും നീ വിഷമിക്കണ്ട, നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്യാന്ന് പറയും. എന്ത് ട്രൈ ചെയ്യാൻ, ഇനിയൊന്നും ട്രൈ ചെയ്തിട്ട് കാര്യമില്ല, ഇന്ന് രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ശരിക്കും ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയി കളയാനായിട്ടാ തോന്നിയെന്ന് ഇങ്ങനെ പറയും. ഇതിനും മാത്രം നിനക്ക് രാവിലെ എന്താ നടന്നേന്ന് ആനിങ്ങനെ ചോദിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഷായും ബോയും കൂടി ലോണ്ടറി ഷോപ്പിൽ വെച്ച് സംസാരിച്ച കാര്യമാണ് കാണിക്കുന്നത്. ഞാൻ ചോദിച്ചതിനുള്ള ആൻസർ നീ പറഞ്ഞില്ലല്ലോ, എന്തായാലും എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇന്നലെ നന്നായിട്ട് എൻജോയ് ചെയ്ത്, എല്ലാം പണത്തിന്റെ പുറത്തല്ലേ എന്നും പറഞ്ഞിട്ട് ബോയ് ആണെങ്കിൽ ബാസ്ക്കറ്റിൽ കിടക്കുന്ന ഒരു ബ്ലാക്ക് ഷർട്ട് എടുത്ത് വാഷിംഗ് മെഷീനിലേക്ക് ഇടും. ഇത് കാണുമ്പോ തന്നെ ഷായും, ഏയ് നീ എന്തായി കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഷർട്ട് പുറത്തേക്ക് എടുക്കും. നിനക്ക് സർവൈവിംഗ് സ്കില്ല് സീറോയാണ്, ഞാൻ നേരത്തെ പറഞ്ഞത് ദേ ഇപ്പോ സത്യമായിട്ട് വന്നോണ്ടിരിക്കുകയാണ്. ശരിക്കും ഇങ്ങനെയുള്ള ഡാർക്ക് കളറുള്ള ക്ലോത്ത് ഒക്കെ ഇല്ലേ, ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ഇടാനായിട്ട് പാടില്ല, തിരിച്ചെടുത്ത് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് അടിക്കുമ്പോൾ ഫെയ്ഡ് ആയി പോകും. ഇതുപോലെ നിനക്ക് അറിയാൻ പാടില്ലേ എന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോ ബോയ്ക്ക് ഇഷ്ടപ്പെടില്ല. എന്റെ കാര്യം നോക്കാനായിട്ട് എനിക്കറിയാന്നും പറഞ്ഞിട്ട് ആ ഷർട്ട് തട്ടിപ്പറിച്ച് വാങ്ങി വാഷിംഗ് മെഷീനിലേക്ക് ഇടും. നിനക്ക് എന്താടാ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല
പറഞ്ഞില്ലേ, ഞാനൊക്കെ ആണെങ്കിലേ ചിലപ്പോ എന്റെ കൈ കൊണ്ട് തന്നെ വാഷ് ചെയ്യും. വാഷ് ചെയ്യാനായിട്ട് ടൈം ഇല്ലെങ്കിൽ ലോണ്ടറി ഷോപ്പിലേക്ക് കൊടുക്കും. അതേപോലെ നിനക്കും ചെയ്താൽ പോരെ എന്നിങ്ങനെ ചോദിക്കും. ബോയ്ക്ക് ഭ്രാന്ത് കയറിയിട്ട് വീണ്ടും ആ ഷർട്ട് എടുത്ത് വാഷിംഗ് മെഷീന്റെ ഉള്ളിലേക്ക് ഇടും. എന്തായാലും നീ കുറച്ച് മാറ്റി പിടിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. കുറച്ച് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കൂടുതലായിട്ട് വാങ്ങി വെക്ക്. ഞാൻ എന്റെ സ്പെഷ്യൽ ഡേറ്റിന് അങ്ങനെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടാ പോയത്. അത് നിനക്കറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ ബോയ്ക്ക് വല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ദേഷ്യത്തില് ഷായിനെ നോക്കും. അപ്പൊ തന്നെ ഷായും, നീ വേണമെങ്കിൽ എന്റെ റൂമിലേക്ക് വന്ന് കുറച്ച് ഹാങ്ങേഴ്സ് എടുത്തുകൊണ്ട് പോയിക്കോ. നല്ല ഹാങ്ങേഴ്സ് ആണ്, ഡ്രസ്സൊന്നും ചീത്തയാവില്ല. അല്ല, നിന്റെ കയ്യിൽ അയൺ ബോക്സ് ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ തേക്കാനായിട്ട് കൊടുക്കുന്ന ഒരു കടയുണ്ട്, വേണമെങ്കിൽ പരിചയപ്പെടുത്തി തരാം. എനിക്ക് ഒരുപാട് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്, നിനക്കും ഡിസ്കൗണ്ട് കിട്ടും. എന്തായാലും മണിയൊക്കെ സേവ് ചെയ്യാലോ എന്ന് പറയും. ബോയ്ക്കാണെങ്കിൽ ആ ദേഷ്യം കയറിയിട്ട്, അല്ല നിനക്ക് എന്താ വേണ്ടേന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ, ഞാൻ നിന്റെ അടുത്ത് നിന്ന് പലിശയൊന്നും ചോദിക്കുന്നില്ല, അതേപോലെ എനിക്കൊന്നും വാങ്ങി തരാനും ഞാൻ പറയുന്നില്ല. നിന്റെ കയ്യിൽ ഉള്ളപ്പോ എനിക്ക് തന്നാ മതി. ശരിയെന്നാ ഞാൻ പോവാണെന്നും പറഞ്ഞ് നടക്കും. അപ്പൊ തന്നെ ബോയും, ഒന്ന് നിൽക്കാമോ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്കിപ്പോ എന്താ വേണ്ടേന്ന് ഇങ്ങനെ ചോദിക്കും. ഷായ ആണെങ്കിലോ ഒന്ന് ആലോചിച്ചിട്ട്, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ബോയിനെ വന്ന് ഹഗ് ചെയ്യും. ബോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ തന്നെ ഷായിനെ പിടിച്ച് തള്ളി മാറ്റും. അങ്ങനെ ഈ കാര്യമെല്ലാം ആനിന്റെ അടുത്ത് പറഞ്ഞിട്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്തിനായിരിക്കും അവൻ എന്നെ വന്ന് ഹഗ് ചെയ്തത്, ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് പറയും. അപ്പൊ തന്നെ ആനും ഒന്ന് ആലോചിച്ചിട്ട്, അല്ലടാ, ഷാ നിന്നെ വന്ന് ഹഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് റിപ്പീറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യം നീ ചോദിച്ചോ? ആ, ഞാൻ ചോദിച്ചു. അവര് രണ്ടുപേരും കൂടി ഡേറ്റിന് പോയ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചായിരുന്നു എന്നറിയും. അപ്പൊ തന്നെ ആനും, നീ പറയുന്നത് കേട്ടിട്ട് ലിയു ബാഗ് നിനക്ക് തിരികെ തന്നത് അവനറിയാം. അതറിഞ്ഞു വെച്ച് നിന്നെ ആശ്വസിപ്പിക്കാനായിട്ട് വന്നതാണെങ്കിലോ, ഓൾറെഡി അവന് വിൻ ചെയ്തു എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാകാം. എനിക്കിതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിച്ചിട്ട് എങ്ങനെയാ തോന്നുന്നേന്ന് പറയും. അതെങ്ങനെ ശരിയാകും? ഞാനല്ലേ അവളുടെ അടുത്ത് ആദ്യം കൺഫസ് ചെയ്തത്, അപ്പൊ പിന്നെ അവൻ എങ്ങനെ വിന്നറാകുമെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഞാനും, അല്ലടാ, നീ അവളുടെ അടുത്ത് ഡേറ്റിന് വരാമോന്ന് ഭയങ്കര സ്ലോവിലല്ലേ ചോദിച്ചത്, പിന്നെ എങ്ങനെയാന്ന് ചോദിക്കും. ആ, എന്തായാലും ഞാൻ ഒന്നും കൂടി ഡേറ്റിന് വരാമോന്ന് അവളുടെ അടുത്ത് ചോദിക്കാന്ന് പറയും. അല്ലടാ, അവള് നിന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. അത് ശരിയാണല്ലോ, ഞാൻ എന്ത് ചെയ്യും? നിന്റെ കയ്യിൽ വല്ല ഐഡിയയും ഉണ്ടോ? ആ, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. നീയേ ഒരു പണി ചെയ്, പോപ്പ് കൾച്ചറൽ കോഴ്സിനെ കുറിച്ച് സംസാരിച്ച് അങ്ങാട് തുടങ്ങ്, എന്നിട്ട് പയ്യെ ഇതൊക്കെ എടുത്ത് ഇട്ടാ മതി എന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ക്ലാസ്സിൽ കാണിക്കാണ്. മിസ് വന്നിരുന്നിട്ട് പുതിയ അസൈൻമെന്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഈസി ആയിട്ട് ഒരു ഫിലിമിനെ കുറിച്ച് നിങ്ങളൊരു അസൈൻമെന്റ് ചെയ്യണം. അത് പെയർ ആയിട്ടാണ് ചെയ്യേണ്ടത്. എന്തായാലും ഞാനൊരു ഫോം തരാം, അതില് നിങ്ങളുടെ പേഴ്സിന്റെ പേര് എഴുതി സൈൻ ചെയ്ത് തരണമെന്നും പറഞ്ഞ് മിസ് അവിടെ നിന്ന് പോകും. ഈ ടൈമിലൊക്കെ ബോയുടെ കണ്ണ് മുഴുവനും ലിയുവിന്റെ മേത്താണ്. ലിയുവും പയ്യെ തിരിയുമ്പോ ബോയ് നോക്കുന്നത് കാണും. പുള്ളിക്കാരി ഭയങ്കര നെർവസ് ആയിട്ട് ബുക്കൊക്കെ എടുത്ത് വെച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. എന്തായാലും ഈ അസൈൻമെന്റ് ചെയ്യണമെങ്കിൽ പേഴ്സിന് ആവശ്യമാണ്. ആ ടൈമിനാണ് മിമിയും പൗലയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. പൗലിനെ കാണുമ്പോ തന്നെ, പൗല നീ ഫ്രീ ആണോ? നമുക്ക് രണ്ടുപേർക്കും കൂടി ഈ അസൈൻമെന്റ് ചെയ്താലോ എന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോടാ, ഞാൻ ഫ്രീ അല്ല, ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഈ അസൈൻമെന്റ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അല്ല മിമി, നീ ഫ്രീ ആണോ എന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ, ഞാനും ഫ്രീ അല്ലല്ലോ, ഞാൻ വേറൊരു പെൺകുട്ടിയുടെ കൂടെ ചേരാന്ന് വാക്ക് കൊടുത്തായിരുന്നു. എന്തായാലും നീ വിഷമിക്കണ്ട, ആരെങ്കിലും ഉണ്ടാകുമെന്നും പറഞ്ഞിട്ട് മിമി അവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതെല്ലാം കേട്ടുകൊണ്ട് ബോയും ഇവരുടെ ബാക്കിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്നാലും ഒന്നും കേൾക്കാത്ത പോലെ കാഷ്വൽ ആയിട്ട് ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പൊ തന്നെ മിമി സ്റ്റോപ്പ് ചെയ്തിട്ട്, ബോയ്, നിനക്ക് ഈ അസൈൻമെന്റ് ചെയ്യാനായിട്ട് പെയറിനെ കിട്ടിയോ? ദേ ലിയു ഫ്രീ ആണ്, നിങ്ങൾ രണ്ടുപേരും കൂടി പെയർ ആയിട്ട് ഈ അസൈൻമെന്റ് ചെയ്യാന്ന് പറയും. അപ്പൊ തന്നെ ലിയു ചാടിക്കറി, അതിന്റെ ആവശ്യമൊന്നുമില്ല, ബോയ് ഓൾറെഡി ആനന്റെ കൂടെ പെയർ ആയിട്ട് ഉണ്ടാകും എന്ന് പറയും. ഇല്ല, ഞാൻ ആനന്റെ കൂടെ പെയറൊന്നും ആയിട്ടില്ല, ഞാൻ എന്തായാലും ഫ്രീ ആണെന്ന് അപ്പൊ തന്നെ ബോയും പറയും. ഇത് കേട്ട് ലിയുവിന് വല്ലാത്തൊരു ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട്. എന്നാലും അത് വേണ്ടാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ പൗല ചാടിക്കേറി, എന്താ നിനക്ക് ബോയുടെ കൂടെ പെയർ ആവാനായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല ഇല്ല, എനിക്കൊരു പ്രോബ്ലം ഇല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഞാൻ ഓക്കെ ആണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്തു, ഞങ്ങൾ പോവാണെന്നും പറഞ്ഞിട്ട് മിമിയും പൗലയും കൂടി അവിടെ നിന്ന് അങ്ങോട്ട് പോകും. അപ്പൊ തന്നെ പോയും, നീ ഈ സാറ്റർഡേ ഫ്രീ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അസൈൻമെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാന്ന് പറയും. അയ്യോ, എനിക്ക് സാറ്റർഡേ ക്ലാസ് ഉണ്ട്, നമുക്ക് ഈവനിങ് മീറ്റ് ചെയ്താലോ എന്ന് ലിയുവും തിരിച്ചു ചോദിക്കും. ഇവര് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നതെല്ലാം കുറച്ചു ദൂരം മാറി നിന്ന് ഫെയ്യും കാണുന്നുണ്ട്. എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ഇങ്ങനെ നോക്കി നിൽക്കാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് രണ്ടുപേരും കൂടി പെയറായ കാര്യം ബോയ് നേരെ ചെന്ന് ആനിന്റെ അടുത്ത് പറയും. പറടാ, നീ എന്തായാലും കറക്റ്റ് വഴിയിലൂടെയാണ് പോകുന്നത്, ഇങ്ങനെ തന്നെ അവളുടെ കൂടെ പോയി ക്ലോസ് ആവാനായിട്ട് നോക്ക്. നല്ലൊരു ബെസ്റ്റ് ഫിലിം എക്സ്പീരിയൻസ് ചെയ്ത ഫീല് അവൾക്ക് നീ കൊടുക്കണം. ഞാൻ ഉദ്ദേശിച്ചത് സിനിമക്ക് മുമ്പ്, സിനിമക്ക് ഇടയിൽ, സിനിമ കഴിഞ്ഞതിന് ശേഷം. എന്താടാ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് ഇങ്ങനെ ചോദിക്കും. ആ, എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നും ബോയും പറയും.
എന്തായാലും ഈ പ്രൊഫസർ ആനുണ്ടല്ലോ നിനക്ക് വേണ്ടി കുറച്ച് ക്യൂട്ട് കാർഡ്സ് ഒക്കെ തരുന്നുണ്ട്, എന്തായാലും നിന്റെ ഫോൺ എടുത്ത് നോക്കുന്ന പറയും. ഉടനെ തന്നെ ബോയും ഫോൺ എടുത്ത് നോക്കും. അപ്പൊ തന്നെ എടാ ഞാൻ ഇതിനു വേണ്ടിട്ടേ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്, അതുകൊണ്ട് നീ മൊത്തത്തില് കുളമാക്കരുത്. ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം. സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അവിടെ പ്രവർത്തിക്കണോന്ന് അറിയും. ഇത് കേൾക്കുമ്പോ തന്നെ ബോയ് അവിടെ ഇരുന്ന് ഇമാജിൻ ചെയ്യാനായിട്ട് തുടങ്ങും. സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോ നീ പയ്യെ ലിയുവിനെ തിരിഞ്ഞു നോക്കണം. എന്നിട്ട് നീ അവളുടെ കൈ ചേർത്ത് പിടിക്കണം. അവളെ നോക്കുമ്പോ നീ ഷൈ ആവാനായിട്ട് പാടില്ല. അവളും ഒരു റൊമാൻറ്റിക് ആയിട്ട് തന്നെ നിന്നെ നോക്കിക്കോളും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു റൊമാൻറ്റിക് ഡിന്നറിനായിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് പോണം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്തെന്നാല് ഈ ഡേറ്റിന്റെ മുഴുവൻ ചിലവും നീ തന്നെ ഒറ്റക്ക് നോക്കിക്കോളണം. എന്നാലേ അവൾക്ക് നീ അവളെ ഒരു ഫ്രണ്ട് ആയിട്ടല്ല അതിന് മുകളിലായിട്ടാണ് കാണുന്നതെന്ന് അവൾക്ക് ഫീല് ചെയ്യുള്ളൂ. എന്താ കാശൊക്കെ നിന്റെ കയ്യിലുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ ബോയുടെ ഹൃദയം തകർന്നു പോയി. അങ്ങനെ തന്നെ ഫോൺ എടുത്ത് ബാലൻസ് ചെക്ക് ചെയ്യും. അതിലാണെങ്കിലോ 1619 ബാത്തേ ഉള്ളൂ. അപ്പൊ തന്നെ ഞാനും പയ്യെ വന്ന് ഫോണിലേക്ക് ഒളിഞ്ഞു നോക്കും. എന്താടാ ഇത്, അക്കൗണ്ടിൽ ഒറ്റ ക്യാഷ് ഇല്ലല്ലോ, ഇങ്ങനെ പോയാ എന്ത് ചെയ്യും? നീ ഒരു പണി ചെയ്യും, പാരന്റ്സിന്റെ അടുത്ത് എന്തെങ്കിലും കള്ളം പറഞ്ഞ് കുറച്ച് ക്യാഷ് വാങ്ങി എടുക്കുന്ന പറയും. അതിന്റെ ഒന്നും ആവശ്യമില്ല, ക്യാഷ് എങ്ങനെ എൻ ചെയ്യണമെന്ന് എനിക്കറിയാന്നും പറഞ്ഞിട്ട് ലാപ്ടോപ്പ് തുറന്നു വെച്ച് അതിലേക്ക് ഭയങ്കരമായിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ട്യൂട്ടർ ലുക്കിംഗ് ഫോർ ജോബ് എന്നും പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഒക്കെ ഇട്ട് മാത്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യും. ഉടനെ തന്നെ കസ്റ്റമേഴ്സും വരാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോ ബോയ്ക്ക് വല്ലാത്ത ഹാപ്പി ആകും. അതിലൊരാളെ സെലക്ട് ചെയ്യും. 250 ബാത്താണ് ഒരു ക്ലാസ്സിനെന്നും പറഞ്ഞിട്ട് ബോയ് ടൈപ്പ് ചെയ്തയക്കും. അവരും ഓക്കെ ആയിരിക്കും. അങ്ങനെ ആശ്വസിച്ച് ബോയ് ഇരിക്കാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ലിയോന്റെ കൂടെ മൂവിക്ക് പോകേണ്ട ദിവസമാണ്. നേരെ ഓടിച്ചെന്ന് ബോയ് വാർഡ്രോബ് തുറന്നു നോക്കും. അതിലാണെങ്കിലോ ഒരേപോലുള്ള ഡ്രസ്സാണ് ഇരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഷാ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വരും. എപ്പോഴും കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണമെന്ന് ഷാ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ ഒന്ന് ഓർത്തെടുത്തിട്ട് എന്നും പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് എടുത്ത് അങ്ങോട്ട് ഇടും. അതിനുശേഷം ലിയോ കൊടുത്ത പെർഫ്യൂം ഒക്കെ അടിച്ച് പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ തന്നെ ഫോൺ എടുത്ത് ക്യാഷ് എത്രയുണ്ടെന്ന് ചെക്കും ചെയ്യും. ഇപ്പൊ ടോട്ടല് 2000 ബാത്ത് കയ്യിലുണ്ട്. അങ്ങനെ ആശ്വസിച്ച് പുറത്തേക്ക് നടന്നു പോകും. അതേ ടൈം ലിയോനെയും കാണിക്കുന്നുണ്ട്. ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ റെസ്റ്റ് റൂമിലേക്ക് പോയി ബോയുടെ കൂടെ ഫിലിമിന് പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കായിരിക്കും. ആ ടൈമിന് ഫെയ് അകത്തേക്ക് കയറി വരും. നീ എങ്ങോട്ട് പോവാനായിട്ടാണ് ഇത്രയ്ക്കും ധൃതി പിടിച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഞാനും ബോയും കൂടി അസൈൻമെന്റിന് വേണ്ടിയിട്ട് ഒരു ഫിലിം കാണാനായിട്ട് പോവാണെന്ന് പറയും. അപ്പോ ഇതൊരു ഡേറ്റ് ആണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഡേറ്റ് ഒന്നും അല്ല, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, അതുമല്ലാണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു അസൈൻമെന്റിന് വേണ്ടിയിട്ടാണ് ഫിലിം കാണാനായിട്ട് പോകുന്നത്. അതിനെന്താ ഇപ്പൊ പ്രോബ്ലം എന്ന് ഇങ്ങനെ ചോദിക്കും. നിനക്കിപ്പോ ബോയുടെ അടുത്ത് ഒരു ക്രഷ് ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടല്ലേ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ലിയോന്റെ ഫേസ് ഒക്കെ മാറും. അങ്ങനെയൊന്നുമില്ല, 100% ഇതൊരു ഡേറ്റ് അല്ല, ഞങ്ങൾ രണ്ട് ഫ്രണ്ട്സും കൂടി ഒരു അസൈൻമെന്റിന് വേണ്ടിയിട്ട് ഒരു ഫിലിമിന് പോകുന്നു, ഇതില് അത്ര മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ലാന്ന് ലിയോവും തറപ്പിച്ച് പറയും. ഇത് കേൾക്കുമ്പോ ഫെയുടെ ഫേസ് ഒക്കെ ഒന്ന് മാറുന്നുണ്ട്. ആ ടൈമിന് ലിയോവും ബായൊക്കെ പറഞ്ഞിറങ്ങും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോ കറക്റ്റ് ആയിട്ട് ബോയും ഇവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. പുള്ളിക്കാരുടെ ഹാർട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇടിക്കും. ഇത് ജസ്റ്റ് ഫ്രണ്ട്സ് തമ്മിൽ പോകുന്ന ഒരു മൂവി മാത്രമാണ്, അല്ലാണ്ട് ഞങ്ങൾക്കിടയിൽ വേറൊന്നും ഇല്ലാന്നും പറഞ്ഞ് മനസ്സൊക്കെ ഒന്ന് ധൈര്യപ്പെടുത്തി നേരെ ബോയുടെ അടുത്തേക്ക് ചെന്ന് നിൽക്കും. ലിയോ നീ വന്നോ, ഞാൻ വിചാരിച്ചു നീ ലേറ്റ് ആകുമെന്ന്. ഞാൻ അങ്ങനെ ലേറ്റ് ഒന്നും ആവുന്ന കൂട്ടത്തിലല്ല, നമുക്ക് എന്തായാലും മൂവി കാണാനായിട്ട് പോയാലോ, വാ നമുക്ക് പോവാന്ന് പറയും. ഓക്കെ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി നടക്കും. ബോയ് ആണെങ്കിൽ വേറൊരു വശത്തേക്കാണ് നടക്കുന്നത്. അങ്ങനെ തന്നെ ബോയിനെ സ്റ്റോപ്പ് ചെയ്ത്, അല്ല മൂവിക്ക് നമ്മൾ അങ്ങോട്ടല്ലേ പോകണ്ടേന്ന് ഇങ്ങനെ ചോദിക്കും. നമ്മൾ എന്തായാലും മൂവിക്കാണ് പോകുന്നത്, പക്ഷെ ഇങ്ങോട്ടേക്കല്ല, എന്തായാലും നീ എന്നെ ഫോളോ ചെയ്ത് വാന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഒരു ഓട്ടോയൊക്കെ വിളിക്കും. ചങ്ചുയി എന്നുള്ള സ്ഥലത്തേക്ക് പോവാനായിട്ട് എത്ര രൂപയാകൂന്ന് ഇങ്ങനെ ചോദിക്കും. അയാളും അപ്പൊ തന്നെ 17 ബാത്ത് ആകൂന്ന് അറിയും. അങ്ങനെ രണ്ടുപേരും കൂടി ഓട്ടോയിലൊക്കെ കയറിയിരിക്കും. കയറിയിരുന്ന ഉടനെ തന്നെ ബോയ് ഫോൺ എടുത്തിട്ട് രണ്ടുപേരുടെയും കൂടി ഒരു സെൽഫി എടുക്കാനായിട്ടൊക്കെ ശ്രമിക്കും. പക്ഷെ ഇത് കണ്ട് നൈസായിട്ട് ലിയു ഒഴിഞ്ഞു മാറും. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ചെല്ലേണ്ട സ്ഥലത്തും എത്തും. ബോയ് ആദ്യം ഇറങ്ങിയിട്ട് ലിയുവിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൈ നീട്ടി നിൽക്കും. പക്ഷെ ലിയു ആണെങ്കിലോ ഇവന്റെ കയ്യിലേക്ക് കൊടുക്കാണ്ട് ഓട്ടോയിൽ തന്നെ പിടിച്ചിറങ്ങും. അപ്പൊ തന്നെ ബോയ് ആണെങ്കിലോ ഒരു 100 ബാത്ത് എടുത്ത് അങ്ങനെ തന്നെ ഓട്ടോ ഡ്രൈവറിന് കൊടുക്കും. എനിക്ക് എന്തായാലും ഇതിന്റെ ചേഞ്ച് വേണ്ട, നിങ്ങൾ വെച്ചോന്ന് പറയും. അയാളും ആ ക്യാഷ് കിട്ടിയ സന്തോഷത്തില് നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യും, രണ്ടുപേരും നല്ല സൂപ്പർ ജോഡിയാണെന്നൊക്കെ പറയും. ഇത് കേട്ട് ബോയ് ചിരിച്ചോണ്ട് നിൽക്കുമ്പോ തന്നെ ലിയുവിന്റെ ഫേസ് ഒക്കെ മാറും. അപ്പൊ തന്നെ ലിയു 50 ബാത്ത് ബോയുടെ അക്കൗണ്ടിലേക്ക് ഇടും. എക്സ്പെൻസ് എന്തായാലും നമുക്ക് രണ്ടായിട്ട് ഷെയർ ചെയ്യാന്നും പറഞ്ഞ് മുന്നോട്ട് നടന്നു പോകും. അങ്ങനെ ബോയും ലിയുവിന്റെ പുറകെ ചെല്ലും. നമ്മൾ രണ്ടുപേരും കൂടി അസൈൻമെന്റിന് വേണ്ടിയിട്ട് ഒരു മൂവി കാണാനായിട്ടല്ലേ ഇറങ്ങിയത്, എന്നിട്ട് എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. ഇങ്ങോട്ടേക്ക് നമ്മൾ സിനിമ കാണാനായിട്ട് തന്നെയാ വന്നത്, ഇവിടെ ഒരു ഔട്ട്ഡോർ സിനിമ ഇടുന്നുണ്ട്, അത് കാണാനാ വന്നത്, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാന്നും പറഞ്ഞ്
പറഞ്ഞിട്ട് അതിന്റെ ഒരു നോട്ടീസ് ഒക്കെ എടുത്ത് ലിയുവിന് കാണിച്ചു കൊടുക്കും. ആ ഓക്കെ എന്നും പറഞ്ഞ് ലിയു മുന്നോട്ട് നടക്കും. അപ്പൊ തന്നെ ബോയും നീ തന്ന പെർഫ്യൂമാണ് ഞാൻ ഇന്ന് അടിച്ചിരിക്കുന്നത്, നിനക്ക് മനസ്സിലായോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ ഒരു പെർഫ്യൂം അത്രയ്ക്ക് സ്പെഷ്യൽ ഒന്നും അല്ല, യൂഷ്വൽ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് മുന്നോട്ട് നടക്കും. ബോയുടെ ഫേസ് ഒക്കെ മാറുന്നുണ്ട്. എന്നാലും ബോയ് ലിയുവിന്റെ പുറകെ ചെല്ലും. ലിയു ഇപ്പോ ഉള്ളത് കൊളുത്തൊക്കെ ഇട്ട് ടോയിനെയൊക്കെ പൊക്കിയെടുക്കില്ലേ, ആ ഒരു മെഷീന്റെ ഫ്രണ്ടിലാണ്. ഇത് കാണുമ്പോ ബോയ് നിനക്ക് ഇത് ട്രൈ ചെയ്യണോന്ന് ഇങ്ങനെ ചോദിക്കും. അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി നേരെ ഒരു ഫോട്ടോ ബൂത്തിന്റെ ഫ്രണ്ടിലേക്ക് ചെല്ലും. അതിങ്ങനെ നോക്കി നിൽക്കുമ്പോ അപ്പൊ തന്നെ ബോയും അല്ല നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഫോട്ടോ എടുത്താലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ലിയു ആണെങ്കിൽ അതിനൊരു മറുപടിയും കൊടുക്കാണ്ട് വീണ്ടും മുന്നിലേക്ക് നടക്കും. അങ്ങനെ ബോയും ലിയുവിന്റെ കൂടെ ചെല്ലും. ആ ടൈമിനാണ് ഒരു ലേഡി ഷുഗർ ക്യാൻഡിയുമായിട്ട് പോകുന്നത് നമ്മുടെ ലിയു ശ്രദ്ധിക്കുന്നത്. അങ്ങനെ തന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പൊ തന്നെ ബോയും നിനക്ക് ഷുഗർ ക്യാൻഡി വേണോ, ഞാൻ വാങ്ങിച്ചു തരാന്ന് പറയും. എനിക്കൊന്നും വേണ്ട, ഞാനത് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ, ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ടായിരുന്നില്ലേ, അത്രേ ഉള്ളൂ ഒന്നും പറഞ്ഞ് നടക്കും. അങ്ങനെ നടക്കുമ്പോ ബോളൊക്കെ ഇങ്ങനെ എറിഞ്ഞിട്ട് ഓരോ ടോയൊക്കെ വിൻ ചെയ്യില്ലേ, ആ ഒരു ഷോപ്പ് കാണും. ഇത് കണ്ട് ലിയുവും ബോയും കൂടി അവിടെ നിൽക്കും. നിനക്ക് ഏത് ടോയാ വേണ്ടത്, ആ ഒരു താറാവിന്റെ ടോയ് മതിയോ, ഞാനത് നിനക്ക് വിൻ ചെയ്ത് തരാന്ന് പറയും. അങ്ങനെ അയാളും 50 ബാത്ത് വാങ്ങി 3 ബോള് ബോയുടെ കയ്യിലേക്ക് കൊടുക്കും. ബോയ് ആണെങ്കിൽ എറിയുന്നുണ്ട്, പക്ഷെ ആ ക്യാനിന്റെ 7 അയലത്ത് പോലും എത്തുന്നില്ല. അങ്ങനെ ഒന്ന് കഴിഞ്ഞു, രണ്ടാമത്തെ ചാൻസ് എടുത്തു, മൂന്നാമത്തെ ചാൻസ് എടുത്തു. അങ്ങനെ ടോട്ടല് 4 പ്രാവശ്യം 50 ബാത്ത് കൊടുത്ത് ബോൾസ് വാങ്ങി. അവസാനത്തെ ബോള് ഒന്ന് തട്ടും, പക്ഷെ ഫുൾ ബോട്ടിലും മറിഞ്ഞു വീഴില്ല. ഇതിനെനിക്ക് എന്താ കിട്ടുക എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ചെറിയൊരു കീ ചെയിൻ പോലുള്ള ഒരു ടോയ് എടുത്ത് അയാൾ കൊടുക്കും. ഇത് കണ്ടിട്ട് ബോയ് ഭയങ്കര സങ്കടത്തില് ആ ഒരു ടോയ് ഉണ്ടല്ലോ, ആ താറാവിന്റെ ടോയ്, അതെനിക്ക് തരാമോ, എത്ര ക്യാഷ് വേണേലും ഞാൻ തരാന്ന് പറയും. അപ്പൊ തന്നെ അയാളും അതിന് നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ അവിടെ അത് വിൻ ചെയ്തു എന്ന് പറയും. അങ്ങനെ പോയി തിരിഞ്ഞു നോക്കുമ്പോ ലിയു ആണെങ്കിലോ ഒറ്റ ഷോട്ടിൽ തന്നെ ആ ഒരു താറാവിന്റെ ടോയ് വാങ്ങിയിട്ടുണ്ട്. ഇത് കണ്ട് ബോയുടെ ഫേസ് ഒക്കെ ഒന്ന് ഡള്ളായി നേരെ ലിയുവിന്റെ അടുത്തേക്ക് ചെല്ലും. നീ ഈ ടോയ് വിൻ ചെയ്തു എന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ വിൻ ചെയ്തു, നിനക്ക് എന്താ കിട്ടിയതെന്ന് ലിയു തിരിച്ചു ചോദിക്കും. എനിക്കിതേ ഇതാണ് കിട്ടിയതെന്നും പറഞ്ഞിട്ട് ആ ഒരു ടോയ് എടുത്ത് കാണിക്കും. ഇത് കൊള്ളാലോ, ഇത് കാണാനും നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയും. ആണോ, ഇത് ക്യൂട്ടാണോ, അത്രക്ക് ഭംഗിയുണ്ടോ, അങ്ങനെയാണെങ്കിൽ നീ ഇതെടുത്തോന്നും പറഞ്ഞിട്ട് ലിയുവിന്റെ നേരെ ആ ടോയ് എടുത്ത് നീട്ടും. പക്ഷെ ലിയു ആണെങ്കിലോ എനിക്കൊന്ന് റെസ്റ്റ് റൂം വരെ പോകണം, ഞാൻ പോയിട്ട് സിനിമ നടക്കുമ്പോ ആ ടൈമിന് അങ്ങോട്ടേക്ക് വന്നോളാന്നും പറഞ്ഞ് ബോയിനെ അവോയ്ഡ് ചെയ്ത് റെസ്റ്റ് റൂമിലേക്ക് പോകും. ബോയ്ക്ക് വല്ലാത്ത സങ്കടമൊക്കെ വരുന്നുണ്ട്. ലിയു ആണെങ്കിലോ ഭയങ്കരമായിട്ട് ബോയിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.